ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ കളിനെ കുറിച്ചാണ്, T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിനെ കുറിച്ച്. അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മികച്ച ഒരു ടോട്ടലാണ് പടുത്തുയർത്തിയത്. 20 ഓവറിൽ 285 റണ്ണാണ് ഇന്ത്യ അടിച്ചെടുത്തത്. അതിൽ നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൻ്റെ മൂന്നാമത്തെ ഇന്നിങ്സിലും മികച്ചൊരു അർദ്ധ സെഞ്ചുറി കാണുവാനായിട്ട് നമുക്ക് സാധിച്ചു. അറിയിച്ച സെഞ്ചുറി ആയിരുന്നു അദ്ദേഹത്തിന്, പക്ഷേ അത് എന്തോ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ഇപ്രാവശ്യം നഷ്ടപ്പെട്ടു. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം 89 റൺ എടുത്ത്, ഈ കളിയിലും അദ്ദേഹം 89 റൺ തന്നെ എടുത്ത് ഔട്ടാവുകയാണ്. പിന്നെ ഇഷാൻ കിഷൻ മികച്ച രീതിയിൽ കളഞ്ഞു. അഭിഷേക് ശർമ്മ കുറേ കളികൾക്ക് ശേഷം അഭിഷേക് ശർമ്മ ഒരു മികച്ച ഇന്നിങ്സ്, അതും ക്രൂഷ്യലായിട്ടുള്ളൊരു മാച്ചിൽ അദ്ദേഹം മികച്ചൊരു ഇന്നിങ്സ് തന്നെയാണ്. അദ്ദേഹവും 18 ബോളിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. അതിനുശേഷം വന്ന ഇഷാൻ കിഷനും മികച്ച ഫോമിൽ തന്നെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. സൂര്യകുമാർ യാദവ് ഫസ്റ്റ് ബോൾ തന്നെ ഔട്ടായി 0-ന് ഔട്ടായി പോവുകയായിരുന്നു. പിന്നീട് ഹർദിക് പാണ്ഡ്യയും അവസാന ഓവറിൽ ദുംബയുടെ വെടിക്കെട്ടും കൂടിയായപ്പോൾ ഇന്ത്യ 255 എന്ന് പറയുന്ന മികച്ചൊരു ടോട്ടൽ. ആ ടോട്ടൽ വന്നപ്പോൾ തന്നെ ഏകദേശം ഇന്ത്യ ജയിക്കുമെന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ഉറപ്പായിരുന്നു. കാരണം ന്യൂസിലാൻഡിനെ അതിൽ മറികടക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ അവരുടെ 2 ഓപ്പണർമാർ തന്നെ ഫോം ആവണം. മറ്റു ബാറ്റർമാരൊന്നും അത്ര മികച്ച ഫോമിലല്ല ന്യൂസിലാൻഡിൻ്റെ. പക്ഷേ കളി ബാറ്റിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ന്യൂസിലാൻഡിന് ഫസ്റ്റ് ഓവർ തന്നെ വിക്കറ്റ് നഷ്ടപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ശിവ ദുംബ അത് കൈവിട്ട് കളയുകയും പിന്നീട് അക്സർ പട്ടേൽ വന്ന് വിക്കറ്റ് എടുത്ത് ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് പറയാനുള്ളതാണെങ്കിൽ അക്സർ പട്ടേൽ തന്നെയാണ് 3 വിക്കറ്റ് എടുത്തത്. പിന്നെ ബുംറയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനുള്ള, അദ്ദേഹം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 4 ഓവറിൽ വെറും 15 റണ്ണിന് 4 വിക്കറ്റുകൾ, അതും ബൗൾഡറാക്കിയാണ് 3 പേരെ അദ്ദേഹം പുറത്താക്കിയത്. അദ്ദേഹം എറിയുന്ന ഡെലിവറി എങ്ങനെയെന്ന് പോലും ബാറ്റ്സ്മാൻമാർക്ക് മനസ്സിലാവില്ല. കാരണം സ്ലോ ബോൾ എറിയും, ഏത് ടൈപ്പ് ബോൾ വേണമെങ്കിലും അദ്ദേഹം ബാറ്റ്സ്മാൻമാർക്കെതിരെ പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പണ്ടൊക്കെ സച്ചിനൊക്കെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കും, ബാറ്റിംഗ് കാണാനായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ബുംറ ബോൾ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ക്രിക്കറ്റ് ലോകം മാറിയിരിക്കുന്നു. പിന്നെ നമ്മുടെ സഞ്ജുവിനെ കുറിച്ച് തന്നെ പറയണം. ഇത്രയും കളികളിലില്ലാഞ്ഞിട്ടും അദ്ദേഹം ബാക്കിയുള്ള 3-4 കളികളിൽ വന്നുകൊണ്ട് ഇന്ത്യയെ വിജയത്തിലെത്തിക്കുവാനായിട്ട് നമ്മുടെ ഒരു മലയാളി പയ്യന് അവസരം കിട്ടി, അത് അദ്ദേഹം വിനിയോഗിച്ചു എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും വീണ്ടും ഒരു കിരീടം കൂടി, ICC കിരീടം കൂടി ഇന്ത്യയുടെ ഷെൽഫിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ രോഹിത് ശർമ്മ നേടിത്തന്ന കിരീടം കൈവിടാതെ തന്നെ സൂര്യകുമാർ കാത്തിരിക്കുന്നു. എന്തായാലും ഇന്ത്യൻ ടീമിന് എല്ലാ വിജയാശംസകളും നേരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.